കേരളത്തിൽ വീണ്ടും നിപ്പ എന്ന രീതിയിലുള്ളൊരു പുതിയ വാർത്ത ഇപ്പോൾ വരുന്നുണ്ട്. 40 വയസ്സുകാരിക്ക് നിപ്പ സ്ഥിരീകരിച്ചു എന്ന വാർത്ത ശ്രീകുമാരൻ പങ്കുവെക്കുന്നു. പാലക്കാട് മണ്ണാർക്കാട് നാട്ടുകൽ സ്വദേശിക്കാണ് നിപ്പ സ്ഥിരീകരിച്ചത്. പെരിന്തൽമണ്ണ മൗലാന ആശുപത്രിയിൽ യുവതി ചികിത്സയിലാണ്. ഇവരുടെ നില ഗുരുതരം എന്ന വാർത്ത കൂടി ഇപ്പോൾ ബ്രേക്ക് ചെയ്യാണ് 24. കേരളത്തിൽ വീണ്ടും നിപ്പ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അല്പസമയത്തിന് തന്നെ കൂടുതൽ വിശദാംശങ്ങൾ പാലക്കാട് നിന്ന് ലഭിക്കുന്നു മനസ്സിലാക്കുന്നു. 40 വയസ്സുകാരിക്ക് നിപ്പ സ്ഥിരീകരിച്ചു എന്നൊരു വാർത്തയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. പാലക്കാട് മണ്ണാർക്കാട് നാട്ടുകൽ സ്വദേശിക്കാണ് നിപ്പ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ ആ യുവതിയുടെ നില ഗുരുതരമാണ് എന്നൊരു വാർത്ത കൂടി അനുബന്ധമായി വരുന്നുണ്ട്. കേരളത്തിൽ വീണ്ടും നിപ്പ എന്നുള്ള ഞെട്ടിക്കുന്ന വാർത്ത ഇപ്പോൾ വരുന്നു. എന്താണ് ആ രീതിയിൽ, അത് ഏത് രീതിയിലാണ് പാലക്കാട് അങ്ങനൊരു രോഗാവസ്ഥ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്? അത്തരം കാര്യങ്ങളൊക്കെ ഇനിയിപ്പോൾ ആരോഗ്യവകുപ്പ് വ്യക്തമാക്കേണ്ടതുണ്ട്. ശ്രീകുമാരൻ അതിന്റെ വിശദാംശങ്ങളുമായി ചേരുന്നു. ശ്രീത്ത്, 40 വയസ്സുകാരിക്കാണ് നിപ്പ സ്ഥിരീകരിച്ചത്. എന്താണ് നമുക്ക് ലഭിക്കുന്ന മറ്റു വിവരങ്ങൾ? പാലക്കാട് മണ്ണാർക്കാട് നാട്ടുകൽ സ്വദേശിയാണ് എന്നാണ് ഏറ്റവും ഒടുവിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രജിൻ, ഈ മണ്ണാർക്കാട് സ്വദേശിയെ കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ പെരിന്തൽമണ്ണയിലെ മൗലാന ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് എന്ന് മനസ്സിലാക്കുന്നു. ഇവരുടെ പരിശോധനയ്ക്ക് വേണ്ടിയുള്ള സ്രവം കഴിഞ്ഞ ദിവസമാണ് അയച്ചത്. അങ്ങനെ റിസൾട്ട് ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വന്നിട്ടുണ്ട്. സ്വാഭാവികമായി ആ റിസൾട്ട് പുറത്തു വന്നതിൽ നിന്ന് നിപ്പ സ്ഥിരീകരിച്ചു എന്ന വിവരമാണ്. ആരോഗ്യമന്ത്രി അടക്കം ഇത് ഈ ഒരു ഘട്ടത്തിൽ സ്ഥിരീകരിക്കുന്നുണ്ട്. അവർ മലപ്പുറത്തേക്ക് അതായത് പെരിന്തൽമണ്ണയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഏറ്റവും ഒടുവിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് മാസങ്ങൾക്ക് മുൻപ് അവിടെ ഒരു 56 വയസ്സ് ഉള്ള ക്യാൻസർ രോഗിക്ക് നിപ്പ സ്ഥിരീകരിച്ചിരുന്നു. സ്വാഭാവികമായി പെരിന്തൽമണ്ണ മൗലാന ആശുപത്രിയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവരുടെ റൂട്ട് മാപ്പ് അടക്കം ലഭിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിവരങ്ങളടക്കം കൃത്യമായ രീതിയിൽ ലഭിക്കേണ്ടതുണ്ട്. ഇന്ന് അല്പസമയം മുൻപാണ് ആ റിസൾട്ട് പുറത്തു വന്നിരിക്കുന്നത്. കോട്ടയം മെഡിക്കൽ കോളേജിൽ ആയിരുന്ന ആരോഗ്യമന്ത്രി ഉടൻ തന്നെ തിരിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കുന്നത് മലപ്പുറത്തേക്ക്. ഇവർ 40 വയസ്സുകാരിയാണ്. ആരോഗ്യനില ഇപ്പോൾ ഗുരുതരമാണ്. ഇവർ അൺകോൺഷ്യസ് ആണ്, അബോധാവസ്ഥയിലാണ്, ICUവിൽ ചികിത്സയിലാണ് എന്ന പ്രാഥമിക വിവരമാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ ലഭിക്കുന്നത്. അതായത് കഴിഞ്ഞ നിപ്പ രോഗി കാര്യമായ രീതിയിൽ കുഴപ്പമില്ലാതെ ഗുരുതരമായിരുന്നുവെങ്കിലും അവർ രക്ഷപ്പെട്ട് അല്ലെങ്കിൽ ജീവൻ രക്ഷപ്പെട്ട് പോയ ഒരു സാഹചര്യമാണുള്ളത്. ആ ഒരു സാഹചര്യത്തിലാണ് വീണ്ടും ഒരു നിപ്പ രോഗി കൂടി ഉണ്ട് എന്ന തരത്തിലുള്ള വിവരം പുറത്തു വരുന്നത്. ആരോഗ്യമന്ത്രി എന്തായാലും മലപ്പുറത്തേക്ക് തിരിച്ചിട്ടുണ്ട് എന്നൊരു പ്രാഥമിക വിവരം നമുക്ക് ലഭിക്കുന്നു. അവലോകന യോഗമടക്കം അവിടെ ചേരേണ്ടതുണ്ട്. മറ്റു കാര്യങ്ങൾ, അതായത് ഇനി റൂട്ട് മാപ്പ് അടക്കം ഇവരുടെ സമ്പർക്ക പട്ടികയിൽ ആരൊക്കെ ഉണ്ടായിരുന്നു എന്നതിനെ കുറിച്ചടക്കം കൃത്യമായ വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള പ്രാഥമികമായ വിവരങ്ങൾ ഇപ്പോൾ തന്നെ ആരോഗ്യവകുപ്പ് ശേഖരിച്ച് തുടങ്ങി. 40 വയസ്സ് മാത്രമേ ഇവർക്ക് പ്രായമുള്ളൂ. ഇവർക്ക് മറ്റു പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്ന് മനസ്സിലാക്കുന്നു. ഉടൻ തന്നെ മൗലാന ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോയത്. അതിനുശേഷമാണ് ഇത്തരത്തിൽ നിപ ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. സ്രവത്തിന്റെ പരിശോധനാ ഫലം പോസിറ്റീവാണ് എന്നാണ് ആരോഗ്യവകുപ്പ് അറിയിക്കുന്നത്.